ഏകാധിപതിയും ധിക്കാരിയുമായി ഏതൊരു ഭരണാധികാരിക്കും സംഭവിക്കുന്നത് ഇവിടെയും സംഭവിച്ചുള്ളൂ. കേവലം ഒരു പാരടിപ്പാട്ടിൽ പോലും തെറിക്കുന്ന മൂക്കാണ്. ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു. ഇത് എല്ലാ ഏകാധിപതികൾക്കും സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. താൻ മാത്രം വലിയ ആൾ ശരി, ബാക്കി എല്ലാവരും തനിക്ക് ചുറ്റുമുള്ളത് അടിമകൾ. 10-11 ഉപദേശങ്ങളുണ്ട്. പക്ഷേ ഇവരെല്ലാം എന്നും കൊണ്ടുപോയി രാജാക്കന്മാരെ കുഴിയിൽ ചാടിക്കുകയാണ്. ആര് ചോദ്യം ചോദിച്ചാലും മറുപടി പറയില്ല. തിരിച്ച് മുടന്തൻ ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കും. എന്നിട്ട് പറയും ഭയങ്കര കമ്മ്യൂണിസമാണ്. എന്ത് കമ്മ്യൂണിസം? ഒരു വലിയ പ്രസ്ഥാനത്തെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കി ചുറ്റിനും നിൽക്കുന്ന കുറേ ഏറാൻ മൂളികൾ. അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? എല്ലാ കാര്യങ്ങളിൽ നിന്നും ആദ്യം വലിയ രീതിയിൽ അടിമകളെ കൊണ്ട് പ്രകീർത്തിക്കും, അവസാനം വാലും ചുരുട്ടി ഓടും. VC നിയമനങ്ങൾ, ശബരിമലയിലെ പാരടിപ്പാട്ട്, സ്പ്രിംഗ്ലർ, ബ്രൂവറി, എല്ലാത്തിലും PM ശ്രീ സ്വയം തീരുമാനമെടുക്കും. അവസാനം ജനരോഷം വരും, ഇട്ടിട്ട് ഓടും. ആനപ്പുറത്ത് കയറി ഇരിക്കുമ്പോഴേ ചുറ്റിനും ശ്രദ്ധിക്കത്തില്ല. ഞാൻ ഈ ലോകം നിയന്ത്രിക്കുന്ന ആളാണെന്ന് തോന്നും. പക്ഷെ ആ വീഴ്ച ഉണ്ടല്ലോ, ആനപ്പുറത്തുനിന്ന് വീണ് കഴിഞ്ഞാൽ വല്ലാത്ത പതനമായിരിക്കും. എത്രയോ ഉദാഹരണങ്ങൾ. കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയും. ലാലസലാം.